കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചു. കോറോ ഹെൽത്ത് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ജീവനക്കാരുടെ പ്രതിനിധികൾ എന്നിവരും ചർച്ചയിലുണ്ട്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, എവിടെ വെച്ചാണ് ചർച്ച? എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? മധു, സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്. രാവിലെ 11:30 ചർച്ച ആരംഭിച്ചു. മന്ത്രി വിളിച്ച ചർച്ചയിൽ കോറോ ഹെൽത്തിന്റെ HR വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഉമാ തോമസ് MLA, അതിനോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ഈ ജീവനക്കാർ ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകുന്നത്. കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സെക്രട്ടേറിയറ്റിലെ ചേംബറിനുള്ളിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്. കമ്പനി പ്രതിനിധികൾ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റിടങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനം പ്രായോഗികമല്ല എന്നതടക്കം കോറോ ഹെൽത്തിലെ ജീവനക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോപാൽ, ഈ മന്ത്രി, കോറോ ഹെൽത്തിലെ ജീവനക്കാർ, അതിനൊപ്പം പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരുടെ പ്രതിനിധികൾ കൂടി ചർച്ചയിലുണ്ടോ? ോടൊപ്പം തന്നെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരുടെ പ്രതിനിധികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, അതുപോലെ തന്നെ കമ്പനിയുടെ HR പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഉമാ തോമസ് MLAയും അതുകൂടാതെ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കളും ചർച്ചയിൽ ഭാഗമായിട്ടുണ്ട്. ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും മാനേജ്മെന്റ് പ്രതിനിധികൾ, അതായത് കോറോ ഹെൽത്ത് കമ്പനിയുടെ പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം 20% തൊഴിലാളികളെ തങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. അതിനുള്ളൊരു സാഹചര്യവും സാധ്യതയും മാത്രമേ ഈ നിലവിലെ കമ്പനിയുടെ ഒരു അവസ്ഥ പ്രകാരം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ പിരിച്ചുവിട്ട ജീവനക്കാരിൽ നിന്ന് ഈ 20% പേര് തിരിച്ചെടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നവർ സർക്കാരിനെ ഇതിനോടൊപ്പം തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ കർശന നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പിരിച്ചുവിടപ്പെട്ട എല്ലാ ജീവനക്കാരെയും തിരിച്ചെടുക്കണം എന്ന നിലപാടിൽ തന്നെ ആവർത്തിച്ച് നിൽക്കുകയാണ് സർക്കാർ. കാരണം എല്ലാ ജീവനക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. അതിൽ ഒരു വിഭാഗത്തെ മാത്രം അവഗണിക്കുകയും മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. എന്താണെങ്കിലും ഈ വിഷയം കമ്പനി മുന്നോട്ട് വെച്ച വിഷയം ഇപ്പോൾ ആ ജീവനക്കാരുടെ പ്രതിനിധികളുമായി സംസാരിക്കുകയാണ് സർക്കാർ. മന്ത്രി തന്നെയാണ് നേരിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ച എന്തെങ്കിലും വരുത്തി ഒരു രണ്ടു കൂട്ടർക്കും തട്ടുകേടില്ലാത്ത രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ പരമാവധി ശ്രമിക്കുന്നത്. നേരത്തെ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി തന്നെ ഇടപെട്ട് നടത്തിയിരുന്നു. പക്ഷെ അതിൽ ഫലമൊന്നും കണ്ടില്ല. ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് വിദേശത്തു നിന്നുള്ള ഈ കമ്പനിയുടെ മാനേജ്മെന്റ് പ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത്തരത്തിൽ സജീവമായൊരു ചർച്ച നടത്തിയിരിക്കുന്നത്. രാവിലെ 11:30 തുടങ്ങിയ ചർച്ചയാണ്. ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 1 മണിയാകുന്നു. ഇപ്പോഴും ചർച്ച മന്ത്രിയുടെ ചേംബറിൽ തുടരുകയാണ്. ഏതാണ്ട് 700ഓളം വരുന്ന ജീവനക്കാരുടെ ജീവനും ജീവിതവും സംബന്ധിച്ച വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ പ്രതികൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. അതായത് നേരത്തെ GTEC എന്ന് പറയുന്ന കമ്പനി കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാരെ പുനർവിന്യസിക്കാനുള്ള ഒരു തീരുമാനം വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച തുടരുകയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകിയത്.